പ്രിയ കൂട്ടരേ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഡിസംബർ മാസമായില്ലേ? ക്രിസ്മസിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയോ? എങ്കിൽ കൂട്ടുകാരെ, കളിമുറ്റത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഈ ആഴ്ച നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ? നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ? എലിക്കുട്ടന്റെ പേരെന്താ? ജോവാൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ കാട്ടിൽ നിന്ന്. കുറുക്കന്റെയോ? മെറിൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറക്കാട്ടിൽ നിന്ന്. മയിലിന്റെ പേരെന്താ? സെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. തത്തമ്മയുടെ പേരെന്താ? ചൈനീസ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? ഓട്ട. നമുക്കിന്ന് ഒരു പുതിയ കഥ കേട്ടാലോ? ഒരിടത്ത് ഒരു പന്നി ഉണ്ടായിരുന്നു. ആ പന്നിക്ക് 3 മക്കളും ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചായിരുന്നു താമസിച്ചു പോന്നിരുന്നത്. ഒരു ദിവസം അമ്മ പന്നി 3 മക്കളെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വളർന്നു വലുതായിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ തന്നെ ശേഖരിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു പുതിയ വീടും നിർമ്മിക്കണം. അങ്ങനെ അമ്മയുടെ വാക്കും കേട്ട് ആ 3 മക്കളും ഓരോരുത്തരും ഓരോ വഴിക്കും പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ചെന്നായി ഇരിപ്പുണ്ടായിരുന്നു. ചെന്നായിക്ക് ഒരു ഐഡിയ തോന്നി. എന്താണെന്നറിയാമോ? 3 ദിവസത്തേക്ക് അയാൾക്ക് കുശാലായിരുന്നു ഓരോ ദിവസവും ഓരോ പന്നിയെ വീതം കൊല്ലുക. അങ്ങനെയെങ്കിൽ 3 ദിവസത്തേക്കുള്ള ആഹാരം ചെന്നായിക്ക് ലഭിക്കും. ഈ കാര്യം ഓർത്തിട്ട് ചെന്നായിക്ക് ഭയങ്കര സന്തോഷമായി. അതിനായി ചെന്നായ ആദ്യം മൂത്ത പന്നിയുടെ പുറകെ പോയി. മൂത്ത പന്നിയാകട്ടെ വഴിയിൽ കണ്ട കുറച്ച് കച്ചകൾ കൊണ്ടായിരുന്നു വീട് നിർമ്മിച്ചിരുന്നത്. വീട് നിർമ്മിച്ചതിന് ശേഷം ആ വീടിനുള്ളിൽ മൂത്ത പന്നി കയറി താമസിച്ചു. മൂത്ത പന്നി വീടിനുള്ളിൽ കയറിയപ്പോൾ ചെന്നായ പതിയെ മൂത്ത പന്നിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പന്നിക്കുട്ട പന്നിക്കുട്ട, പുറത്തേക്ക് ഇറങ്ങി വരൂ. അപ്പോൾ മൂത്ത പന്നി മറുപടി പറഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരികയില്ല. ഞാൻ വന്നു കഴിയുമ്പോൾ നിനക്കെന്നെ ആക്രമിക്കുന്നതിനായിട്ടല്ലേ നീ എന്നോട് ഈ സൗഹൃദം കൂടുന്നത്? അപ്പോൾ ചെന്നായി പറഞ്ഞു, നീ ഇറങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ഈ വീട് ഞാൻ നശിപ്പിച്ച് നിന്നെ ഞാൻ ആക്രമിക്കും. അപ്പോൾ പന്നിക്കുട്ടൻ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇറങ്ങി വരികയില്ല. അപ്പോൾ ചെന്നായ ആ പന്നിക്കുട്ടന്റെ കച്ചുകൊണ്ടുണ്ടാക്കിയ വീട് മുഴുവൻ ആക്രമിച്ച് പന്നിയെയും ആക്രമിച്ചു. അടുത്തത് ചെന്നായ 2ാമത്തെ പന്നിയുടെ അടുക്കൽ ചെന്നു. അവനാകട്ടെ വഴിയിൽ കണ്ട കുറച്ച് ചുള്ളിക്കമ്പുകൾ കൊണ്ടായിരുന്നു വീടുണ്ടാക്കിയിരുന്നത്. ചെന്നായ അവനോടും ചെന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ പറഞ്ഞു. അപ്പോൾ പന്നിക്കൂട്ടൻ അത് നിരസിച്ചു. ചെന്നായ ആവട്ടെ ആ ചുള്ളിക്കമ്പ് കൊണ്ടുണ്ടാക്കിയ വീട് മുഴുവൻ ആക്രമിച്ച് ആ പന്നിയെയും ആക്രമിച്ചു. അങ്ങനെ അടുത്ത ദിവസം ചെന്നായ 3ാമത്തെ പന്നിയുടെ അടുക്കൽ ചെന്നു. 3ാമത്തെ പന്നി ആവട്ടെ കുറച്ച് ബുദ്ധിശാലിയായിരുന്നു. അവൻ ഇഷ്ടികകൾ കൊണ്ടായിരുന്നു വീട് നിർമ്മിച്ചിരുന്നത്. 3ാമത്തെ പന്നിയുടെ അടുക്കൽ ചെന്ന് ചെന്നായി പറഞ്ഞു, പന്നിക്കുട്ട, നീ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ പന്നിക്കുട്ടൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി വരികയില്ല. ഞാൻ ഇറങ്ങി വരുമ്പോൾ നീ എന്നെ ആക്രമിക്കും. അതിനു വേണ്ടിയിട്ടാണ് നീ എന്നെ പുറത്തേക്ക് വിളിക്കുന്നത്. അപ്പോൾ ചെന്നായിക്ക് ദേഷ്യം വന്നു. ചെന്നായി പറഞ്ഞു, നീ ഇറങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ഈ വീട് ഞാൻ ആക്രമിക്കും. അപ്പോൾ പന്നി പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരികയില്ല. അപ്പോൾ ചെന്നായ പന്നിയുടെ വീട് ആക്രമിക്കുന്നതിനായി മുൻപോട്ട് പോയി ഒരു ഇടി കൊടുത്തു. പക്ഷെ അത് ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ വീടായതിനാൽ ഒന്നും തന്നെ അതിന് സംഭവിച്ചില്ല. ഈ സംഭവം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചെന്നായി വിചാരിച്ചു, നാളെ വന്ന് പന്നിയുമായി സൗഹൃദം സ്ഥാപിക്കാം. അങ്ങനെ പന്നി ആക്രമിക്കുവാൻ സാധിക്കുമല്ലോ. എന്നാൽ പന്നിക്കുട്ടൻ ബുദ്ധിശാലി ആയിരുന്നത് കൊണ്ട് തന്നെ ചെന്നായി എങ്ങനെ ആക്രമിക്കാമെന്ന് അവൻ ആലോചിച്ചു വെച്ചിരുന്നു. ചെന്നായ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ പന്നി നേരത്തെ എഴുന്നേറ്റ് ഒരു വീപ്പയ്ക്കകത്ത് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് ആരും കാണാതെ ആ വീപ്പയുടെ അടിയിൽ ചെറിയൊരു തീയും കൂട്ടി വെച്ചു. ചെന്നായി വന്നപ്പോൾ പന്നി പറഞ്ഞു, നീ ആ വീപ്പയുടെ അടുക്കൽ പോയിരിക്കുക, ഞാൻ ഇപ്പോൾ ഇറങ്ങി വരാം. അപ്പോൾ ചെന്നായിക്ക് ഒരു ഐഡിയ തോന്നി. വീപ്പയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പന്നി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവനെ ചാടി വീണ് ആക്രമിക്കാമെന്ന് ചെന്നായെ കരുതി. അങ്ങനെ ഉടനെ തന്നെ ചെന്നായ ആ വീപ്പയ്ക്കുള്ളിലേക്ക് ഒരൊറ്റ ചാട്ടം. അപ്പൊ എന്തു പറ്റിയെന്നറിയാമോ? തിളച്ച വെള്ളമായതിനാൽ ആ ചെന്നായ ആ തിളച്ച വെള്ളത്തിൽ കിടന്നു തന്നെ മരിച്ചുപോയി. അങ്ങനെ ബുദ്ധിപരമായി നീങ്ങിയത് കൊണ്ട് പന്നി ചെന്നായുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു.
ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ബുദ്ധിപരമായി ഏതൊരു പ്രതിസന്ധിയും നമുക്ക് നേരിട്ട് കഴിഞ്ഞാൽ ആ പ്രതിസന്ധി നമുക്ക് ഈസിയായി തന്നെ തരണം ചെയ്യുവാനായി സാധിക്കും. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കഥ കേട്ടാലോ? കൂട്ടുകാരെ, ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നില്ലേ കേൾക്കാൻ? എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. എങ്കിൽ നമുക്കൊരു വിശുദ്ധ വചനം കാണാതെ പഠിച്ചാലോ? ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. വിശുദ്ധ അഗസ്റ്റിൻ. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഈ വിശുദ്ധവചനം കേട്ടല്ലോ. ഇതെല്ലാവരും കാണാതെ പഠിക്കണേ. എങ്കിൽ അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ജില്ലാ ജില്ലാ ദും ദും, ജില്ലാ ജില്ലാ, ജില്ലാ ജില്ലാ ദും ദും, ജില്ലാ ജില്ലാ.
കൂട്ടുകാരെ, എങ്കിൽ നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഇന്ന് എത്ര നമ്മളെ എന്ത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, ഡിസംബർ മാസമായില്ലേ? ടേബിളിൽ വെക്കാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഗ്രീൻ പേപ്പർ, പിന്നെ നമുക്ക് വേണ്ടത് തെർമോകോൾ ബോൾസ്, ഗ്ലൂ, സിസേഴ്സ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് കട്ടിയായ പേപ്പർ കൊണ്ട് കോൺ ഉണ്ടാക്കാം. ഇനി നമുക്കിത് നേരെയായി കട്ട് ചെയ്യാം. അങ്ങനെ കോൺ റെഡിയായി. ഇനി നമുക്ക് ഇതിൽ ലീഫുകൾ ഒട്ടിക്കാം. അതിനായി നമുക്ക് ഗ്രീൻ പേപ്പർ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചെറിയ ലീഫുകൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി പേപ്പറുകളും കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ആവശ്യമായ ലീഫുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫുകൾ ഈ കോണിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനായി നമുക്ക് തെർമോകോൾ ബോൾസ് ഒട്ടിക്കാം. കൂട്ടുകാരെ, നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയി കഴിഞ്ഞു. എത്ര എളുപ്പത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ. കൂട്ടുകാരെ, എത്ത പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളിത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? അടുത്ത സെഗ്മെന്റ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും വരാൻ പോകുന്നത്? ഈശോയിൽ പ്രിയമുള്ളവരെ, നമസ്കാരം. ചില സംഭവങ്ങൾ ചിലരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഒരിക്കൽ യേശുനാഥൻ ജെറിക്കോ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യേശുവിൻ്റെ വരവറിഞ്ഞ് അവനെ കാണാൻ വലിയ ജനക്കൂട്ടം അവൻ പോകുന്ന വഴികളിലെല്ലാം തടിച്ചു കൂടിയിരുന്നു. ആ കൂട്ടത്തിൽ സക്കേസ് എന്ന പേരുള്ള പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ നാട്ടിലെ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു അയാൾ. ചുങ്കക്കാരനായതിനാൽ തന്നെ ജനങ്ങളിൽ ഏറെ പേർക്കും അവനെ ഇഷ്ടമല്ലായിരുന്നു. വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന സക്കേസിന് ഒരു കാര്യം ബോധ്യമായി. പൊക്കം കുറഞ്ഞ എനിക്ക് ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യേശുവിനെ കാണുക ഒരിക്കലും സാധ്യമല്ല. പെട്ടെന്ന് സക്കേസിന് ഒരു ഉപായം തോന്നി. അതാ ഒരു സിക്കമോർ മരം. അതിൽ കയറിപ്പറ്റിയാൽ യേശുവിന് വ്യക്തമായി കാണാം. ഏറെ പരിശ്രമിച്ച് സക്കേസ് മരത്തിന് മുകളിൽ കയറി ഇരിപ്പറപ്പിച്ചു. അതിലെയാണ് യേശു കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സക്കേസ്, ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേസിന് വിശ്വസിക്കാനായില്ല. സന്തോഷം കാരണം മറുപടി പറയാനും കഴിഞ്ഞില്ല. സക്കേസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് അവനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അപ്പോൾ ജനങ്ങൾ പിറുപിറുത്തു, ഇവൻ ഈ പാപിയുടെ വീട്ടിൽ താമസിക്കുന്നല്ലോ. യേശുവിന്റെ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞ സക്കേസ് ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു.
ആരോടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയെ അത് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി വീണ്ടെടുക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുവിന്റെ സാന്നിധ്യം പാപിയായ സക്കീവസിനെ ഏവർക്കും പ്രിയപ്പെട്ടവനായി മാറ്റിയത് നമ്മൾ ഈ കഥയിലൂടെ കണ്ടല്ലോ. നമുക്കും നമ്മുടെ ഹൃദയങ്ങളാവുന്ന ഭവനങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിക്കാം. അങ്ങനെ പുതിയ മനുഷ്യരായി ചുറ്റുമുള്ളവർക്ക് പ്രകാശമായി മാറാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ ക്രിസ്റ്റീന? ആ, ചോദിച്ചോളൂ. എനിക്ക് പല്ലുണ്ട്, പക്ഷേ കടിക്കാൻ പറ്റില്ല. ഞാൻ ആരാണ്? എനിക്ക് അറിയില്ലല്ലോ. ക്ലൂ തരാമോ? നമ്മൾ മുടി ചീകാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ചീപ്പാണോ? ക്രിസ്റ്റീന കറക്റ്റായി കണ്ടുപിടിച്ചല്ലോ. എങ്കിൽ അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അക്കരയാണ് സിയോൻസൺ പോകുന്നു കുരിശിന്റെ പാതയിൽ ഞാനപ്പത് കൈച്ചയളിയ വിശ്വാസത്താലയ കാഴ്ചകൾ വീഴ്ചകൾ കൂട്ടുകാരെ, ഇന്ന് കളിമുറ്റത്തിൽ ആരായിരിക്കും പടങ്ങൾ വരച്ച് അഴിച്ചു തന്നിട്ടുള്ളത്? എങ്കിൽ നമുക്കത് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കളിമുറ്റത്തിൽ പങ്കെടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ, ബൈ.